ഇതാണ് നമ്മുടെ പാലക്കാട്ടിലെ പുളിയവര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുളിയവര എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിന് മുന്നേ ഒരു വീഡിയോ പുളിയവരയുടെ വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ തേങ്ങയൊന്നും ചേർത്താതെ നല്ല കുറുകിയ ചാറോടുകൂടി എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നന്നായി വാഷ് ചെയ്ത പുളിയവരയിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം ഒരു ചട്ടി ചൂടാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു കൈപ്പിടി അളവിൽ ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് നൽകുന്നത്. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് തക്കാളി ചേർത്താം. ഞാൻ 2 തക്കാളിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സി ജാറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിയവര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പുളിയവരയ്ക്ക് ചെറിയൊരു കയ്പ്പുണ്ടാവും, അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ചേർക്കാത്തത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയവര കറി റെഡി ആയിട്ടുണ്ട്. കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്